നമ്മൾ തൃശ്ശൂരിൽ സ്ഥാപിക്കുന്ന സുവോളജിക്കൽ പാർക്ക് കഴിഞ്ഞ മാസമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൃശ്ശൂരിൽ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. ഈ 28-ാം തീയതി വരെ മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ പരീക്ഷണാർത്ഥമാണ് ആ സൂ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സൂവിൻ്റെ നിയമാനുസൃതമായ പ്രവർത്തനം 28-ാം തീയതി രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും ഈ കൂട്ടത്തിൽ ഒന്ന് പറയാനുള്ളത്. കാരണം നമ്മളിനി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ടിക്കറ്റ് വെച്ച് ഉള്ള സർവീസാണ് ഇനി മുതൽ ആരംഭിക്കുന്നത്. ഇതുവരെ 3 മാസം വേണമെങ്കിൽ ഒരു ട്രയൽ റണ്ണിംഗ് ആണ് നടത്തിയത്. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാരണം മുമ്പ് പരിചയമില്ലാത്തൊരു മേഖലയായിരുന്നു. എന്നാൽ 360 കോടി രൂപ കിഫ്ബി വഴി ലഭിച്ചതുകൊണ്ടാണ് ആ പരിപാടി പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കോട്ടൂരിൽ ആന സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ട്. അത് 105 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ജനങ്ങൾക്കും കർഷകർക്കും വിനോദസഞ്ചാരികൾക്കും എല്ലാവർക്കും സ്വീകാര്യമായ ആസ്വദിക്കാൻ കഴിയുന്ന സഹകരിക്കാൻ കഴിയുന്ന ഒരു മേഖലയായി വനം വകുപ്പിനെ മാറ്റിയെടുക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്ന സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഈ 5 വർഷം പൂർത്തിയാക്കുന്നത്. കേരളത്തിലാണ് ആദ്യമായി വന്യജീവി കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പ്രത്യേക ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചൊരു തീരുമാനമെടുത്തതും കേരളമാണ്. മറ്റൊരു സംസ്ഥാനവും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തതുകൊണ്ട് സവിശേഷതയാർന്ന പ്രകൃതി ദുരന്തം എന്ന പട്ടികയിൽപ്പെട്ടതുകൊണ്ട് വനം വകുപ്പിൻ്റെ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും നല്ലൊരു പങ്ക് അവർക്ക് വഹിക്കാൻ കഴിയുന്നത് ഈ ധനസഹായ വിതരണത്തെ കാര്യമായി സഹായിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു, വിതരണം ചെയ്ത സംഖ്യയുടെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. നല്ല പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് എന്നും ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വനംവകുപ്പിനെ നേരായ വഴിക്ക് നയിക്കാനും ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാനും കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിനുള്ള കരുത്തുറ്റ ഒരു അടിത്തറ ഇപ്പോൾ വനംവകുപ്പിനുണ്ട് എന്നതാണ് വളരെ അഭിമാനത്തോടു കൂടി സൂചിപ്പിക്കാനുള്ളത്. ഇത്രയും കോടി രൂപ മൂല്യമുള്ള ഈ കൊമ്പുകൾ ഇങ്ങനെ നശിപ്പിച്ച് കളയണോ വേണ്ടേ എന്നൊരു ചിന്തയുണ്ടായി. പിന്നെ അത് കത്തിച്ച് കളയണമെന്ന നിർബന്ധമുള്ളപ്പോൾ നിയമം അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അനുസരിക്കാതിരിക്കാനും പറ്റില്ല. പക്ഷെ ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നത് അങ്ങനെ കത്തിച്ച് കളഞ്ഞതിന് ശേഷം അത് പിന്നെ ചാരമായി മാറുകയാണല്ലോ. ആ ചാരം ഔഷധ മൂല്യമുള്ളതാണെന്ന് പറഞ്ഞ് കേൾക്കുന്നു. ഔഷധ നിർമ്മാതാക്കളായ ആയുർവേദ മരുന്ന് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ കഴിയുമെന്ന് അതൊരു ക്രിയേറ്റീവായ നിർദ്ദേശമായതുകൊണ്ട് അത് ചർച്ച ചെയ്തതിന് ശേഷം മറ്റ് തീരുമാനം എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു പ്രശ്നമല്ല സ്വാധീനിക്കുക. പലതരം പ്രശ്നങ്ങളിൽ സ്വാഭാവികമായും ഇതൊരു പ്രശ്നമാണല്ലോ. ജനങ്ങളെ ബാധിക്കുന്ന നല്ലതും ചീത്തയുമായ എല്ലാ പ്രശ്നങ്ങളും തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയം. പക്ഷെ അതെല്ലാം കേട്ടതിന് ശേഷം ജനങ്ങളാണ് തീരുമാനമെടുക്കുക എന്താണ് വേണ്ടത്. അതുകൊണ്ട് ബാധിക്കുകയില്ല എന്നൊരു നിഷേധമല്ല, എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ തീരുമാനിച്ചിട്ട് ഒന്നും ആയിട്ടില്ലല്ലോ. ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നാളെയും എൻ്റെ നിലപാടതാണ്. ഞാൻ സ്വമേധയാ വളണ്ടറി ആയിട്ട് ഇല്ലെന്നോ ഉണ്ടെന്നോ പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം കാര്യമല്ല ഇത് പാർട്ടിയുടെയും സമൂഹത്തിൻ്റെയും പ്രശ്നമാണ്. ആ നിലക്ക് മാത്രമേ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടുള്ളൂ. നാളെയും അങ്ങനെ ചെയ്യും. നിൽക്കണമെന്ന് പറഞ്ഞാലോ ഇപ്പോൾ ഇന്ത്യയിൽ അതാ എൻ്റെ കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയുമാണ്. അവർ പറഞ്ഞാൽ മത്സരിക്കും, പറഞ്ഞില്ലെങ്കിൽ മത്സരിക്കില്ല. തെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രവർത്തിക്കും. അത് എൻ്റെ ഒരു കൺസേണിൽപ്പെട്ടൊരു കാര്യമല്ല. തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണമെന്ന് പാർട്ടി ആ സമയത്ത് പറയും. ആ പറയുന്നത് ഞാൻ ചെയ്യും. എന്നാലും അങ്ങയുടെ മനസ്സിലെ ഒരു ആഗ്രഹം ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. മത്സരിക്കുമോ ഇല്ലയോ?
ഞാൻ പറഞ്ഞല്ലോ, ഉത്തരം ഞാൻ പറഞ്ഞു. അതിൽ ആ ഉത്തരത്തിന് വ്യക്തതയില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. വ്യക്തതയില്ല. ഞാൻ പറയാം, ആ ഉത്തരം ഞാനല്ല പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. ഇത് ചോദിക്കാനായിട്ട് മിനിസ്റ്റർ കാര്യമുണ്ട്. കാരണം കോഴിക്കോട് അടക്കമുള്ള ചില പാർട്ടി കമ്മിറ്റികൾ അങ്ങേക്കെതിരെ അങ്ങ് മത്സരിക്കുന്നതിനെതിരെ പരസ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അദ്ദേഹം അങ്ങ് മത്സരിക്കുമോ ഇല്ലയോ? എൻ്റെ ചോദ്യം അതാണ്. അത് ഈ ചോദ്യത്തിനും തീരുമാനമെടുക്കേണ്ടത് ആരാണ്? താങ്കൾ ചോദിച്ച ചോദ്യത്തിന്മേൽ ഞാൻ തനിച്ചാണ് ഒരു തീരുമാനം എടുക്കുക? അങ്ങനെ പറ്റൂലല്ലോ. അതെൻ്റെ പാർട്ടി ആലോചിക്കും, മുന്നണി ആലോചിക്കും, തീരുമാനിക്കും. അല്ല, പാർട്ടി പറയട്ടെ, അങ്ങയുടെ മനസ്സിലാഗ്രഹം പറഞ്ഞു. അല്ലാതെ പാർട്ടി പറഞ്ഞത് എന്തായാലും എൻ്റെ മനസ്സതാണ്. ഞാൻ താങ്കൾക്ക് അറിയാൻ തോന്നുന്നു, ഞാൻ ഒറ്റ കാര്യത്തിലെ വിയോജിപ്പ് പറയാറുള്ളൂ. അത് രാഷ്ട്രീയ നിലപാടുകളിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ബാക്കി ഏത് കാര്യത്തിലും പാർട്ടിയുടെ അനുസരണയുള്ള ഒരു പ്രവർത്തകൻ മാത്രമാണ് ഞാൻ. ഈ ശരത് പവാർ പറഞ്ഞിട്ടുണ്ട് സിറ്റിംഗ് MLA-മാർ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് ഈ NCPക്ക് അകത്ത് കേരളത്തിൽ അത്തരത്തിലൊരു ചർച്ചയുണ്ട്. അപ്പം അങ്ങനെ ചർച്ച നടന്നോട്ടെ, ചർച്ചയിലൂടെയല്ലേ തീരുമാനത്തിലെത്തുക. അത് ചിലപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യും, പാർട്ടി ചർച്ച ചെയ്യും, അതൊക്കെ ബന്ധപ്പെട്ട ഒരു ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്യുന്ന സമയത്ത് എന്നോട് എൻ്റെ അഭിപ്രായം, എൻ്റെ പാർട്ടി എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് മൂന്നാം തവണയും അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു നിൽക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ ആകെ ഒരു വിലയിരുത്തൽ. സാധ്യതൻ്റെ ജനങ്ങളെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ജനങ്ങളുടെ മനസ്സിലാണ് ജീവിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ദൗർഭാഗ്യവശാൽ പ്രതിപക്ഷം ചാനലുകളിലാണ് ജീവിക്കുന്നത്. ചാനൽ ജീവികളും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസമാണ് ഞങ്ങളാണ് ജയിക്കുക എന്ന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്.